ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഈ ചമ്മന്തിപ്പൊടി ഗൾഫിലേക്ക് കൊടുത്തയക്കാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ 8 തേങ്ങ എടുത്തിട്ടുണ്ട്. 8 തേങ്ങ തിരുവി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണിത്. അതുപോലെ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ മിക്സിയിൽ അടിച്ച് തന്നെ വറുക്കണം, എന്നാലേ തേങ്ങ ഒരേ പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പൊടിച്ച ശേഷം ഇത് വറുക്കാനുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഗ്യാസ് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് ഓണാക്കിയിട്ട്. എന്നാലും ഇത് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കൂടുതൽ തേങ്ങ ഉള്ളതുകൊണ്ട് ഇളക്കാനായിട്ട് നല്ല പാടാണ്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഒരു 4 ഉണ്ട വെളുത്തുള്ളി വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ അല്ലി വലിയ അല്ലിയാണെങ്കിൽ അതൊന്ന് 2ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓണാക്കിയിരിക്കുന്നത് കൊണ്ട് ഓരോ സാധനം ഇട്ടിട്ടും ഇളക്കി കൊടുക്കണം. ഇനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഈ പുളി ചേർക്കാം. ഇത്രയും പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കൈവച്ചൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഈ പുളിയുടെ ഉള്ളിൽ ചിലപ്പോൾ പുളിയുടെ കുരുവൊക്കെ കാണും. അതെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. പുളിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ ഒട്ടും പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഇഞ്ചി കുറച്ച് മതി, ചെറിയ പീസ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ 1-2 തേങ്ങ എടുത്ത് വറുത്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്ന അത്ര സമയം എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ തോനെ ആയതുകൊണ്ട് കുറേ കൂടുതൽ സമയമെടുക്കും. പിന്നെ കുരുമുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് ഇതുപോലെ മുഴുവനെയാണ് ഞാൻ ചേർത്തത്. ഇനി പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റിൽ ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുക്കുന്നത്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പുളി, കറിവേപ്പില, പിന്നെ കുരുമുളക്, ഇത്രയും സാധനങ്ങൾ തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കാനായിട്ട് നല്ല എളുപ്പമാണ്, വലിയ പാടില്ല. എന്നാലും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ തേങ്ങ മുഴുവനും വറുത്തെടുത്തത് മീഡിയം ഫ്ലെയിമിലും ഫുൾ ഫ്ലെയിമിലും മാറ്റിയിട്ടാണ് വറുത്തെടുത്തത്. പാത്രം നന്നായിട്ടങ്ങ് ചൂടായി പോകുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് മാറിയിട്ടാണ് വറുത്തെടുത്തത്. ഇത് വറുത്തെടുക്കാനായിട്ട് 1.25-1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങ ഏതാണ്ട് ആവശ്യത്തിന് പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മുളക് പൊടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത്. ആദ്യം 4 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കും. മുളക് പൊടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഗ്യാസ് എപ്പോഴും സിമ്മിൽ തന്നെ ഇടണം. ഗ്യാസ് സിമ്മിലിട്ടിട്ട് മാത്രമേ പൊടികളൊക്കെ ചേർക്കാവൂ. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിത് ചമ്മന്തിപ്പൊടി പൊടിച്ച ശേഷം നോക്കിയപ്പോൾ എരിവ് കുറവായതുകൊണ്ട് 3 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പാനിൽ മുളക് പൊടിയിട്ട് അല്പം ഒന്ന് ചൂടാക്കിയ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ.
ലാസ്റ്റിൽ ചേർക്കുമ്പോൾ ചൂടാക്കിയ ശേഷം ചേർക്കാവൂ. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മതി. മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാവൂ. മല്ലിപ്പൊടി കൂടിപ്പോവുകയാണെങ്കിൽ ഈ ചമ്മന്തിപ്പൊടിയിൽ മല്ലിയുടെ ടേസ്റ്റ് മുമ്പേ നിൽക്കും. അതുകൊണ്ട് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മതിയാവും. മല്ലിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി കായമാണ് ചേർക്കുന്നത്. കായം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കായം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കായത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കായം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉലുവപ്പൊടി ചേർക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറേ സമയം കൂടി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഈ തേങ്ങ മാറ്റണം. കുറേ സമയം കൂടി ഇളക്കി കൊടുത്താലും മതി. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 10 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് ഒന്ന് കഴുകിയെടുത്തതാണിത്. കഴുകി അരിപ്പയിലേക്കിട്ട് വെള്ളം മാറ്റിയതാണ്. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. ഉഴുന്ന് കഴുകി മാത്രമേ എടുക്കാവൂ. ഉഴുന്നിൽ നിറയെ അഴുക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കഴുകി അരിപ്പയിലേക്കിട്ട് വെള്ളം മാറ്റിയെടുത്തതാണിത്. അതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ കുറച്ച് സാമ്പാർ പരിപ്പും കൂടെ വറുത്തെടുക്കണം. അതും ഇതുപോലെ 10 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് കഴുകിയെടുത്തതാണിത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലിടുമ്പോൾ മുഴുവനും ഇടണ്ട, കുറച്ച് ജാറിൽ വെച്ചേക്കാം. അതിന് മുകളിലായിട്ട് തേങ്ങ വറുത്തതിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഓരോ തവണയും തേങ്ങ വറുത്തത് പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടി അടിയിലിട്ടിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ തേങ്ങയിൽ ഞാൻ തണുക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരു പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ പൊടി അടിയിലിട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ തേങ്ങയും ഇതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ശേഷം മുളക് നോക്കിയിട്ട് ഉപ്പും മുളകും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കണം. മുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് ചൂടാക്കിയ ശേഷം മാത്രം ചേർക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.